ക്രിസ്മസ് ഹോളിഡേക്ക് കുട്ടികളെയും കൊണ്ട് ഫാമിലിയോടൊത്ത് ഒരു മനസമാധാനമുള്ള ഒരു സുഖമുള്ള അല്പം ചിരിക്കാനൊക്കെ ഉള്ള അല്പമല്ല നല്ല ചിരിക്കാനുള്ള നല്ലൊരു മനസ്സ് റിഫ്രഷ് ചെയ്യുന്ന ഒരു നല്ല സിനിമ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% തിയേറ്ററിൽ പോവുക, കാണുക. സർവം മായ. നിവിൻ പോളി. ഫാർമയുടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നിയത് നിവിൻ പോളി കാണുമ്പോഴാണ്. ഭയങ്കര വിഷമമൊക്കെ തോന്നിയതാണ്. ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യനിനി തിരിച്ചു വരവുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ച് പോകുന്ന സമയത്ത് അയാൾ അതിൻ്റെ അപ്പുറം അയാളെങ്ങും പോയിട്ടില്ല. അയാൾ അതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തന്ന പുള്ളിക്കും ഒരു കോൺഫിഡൻസ് ഉയർത്തിയ ഒരു സിനിമയാണ് സർവമായ. പഴയ നിവിൻ പോളി, പഴയ ഗ്രേസ്, പഴയ ക്യൂട്ട്നെസ്, പഴയ എക്സ്പ്രഷൻസ്, പഴയ കോമഡി, പഴയ ടൈമിങ്, പഴയ പെർഫോമൻസ് എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. അത് നമുക്ക് ആവോളം ആസ്വദിക്കാൻ ഈ സിനിമയിൽ സാധിക്കും. ഈ പടം ഒരു ഫാൻറ്റസി ഫീൽ ഗുഡ് പടം എന്ന് പറയാം. ജോൺട്ര വേറെയും കുറേ ജോൺട്രയിൽ നിന്നൊക്കെ പെടുത്താം, പക്ഷേ എനിക്കങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഞാൻ ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ഈ സിനിമയിൽ അഖിൽ സത്യൻ ഡയറക്ടർ, സത്യൻ അന്തിക്കാട് ഈ ലെഗസി കൈമാറ്റം ഉണ്ടല്ലോ, തന്തയ്ക്ക് പുറത്തുണ്ടെന്നൊക്കെ പറയും പോലെ, സത്യൻ അന്തിക്കാട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണോ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു പടം, ഒരു ഫീൽ ഗുഡ് പടം നമുക്ക് ഫീൽ ചെയ്യുന്നത്, അതേ ഫീൽ തന്നെ ഈ സിനിമയിലും വന്നിട്ടുണ്ട്. ഇതിനു മുമ്പേ വന്ന പാച്ചും അത്ഭുതവിളക്കും സിനിമയിലും കിട്ടിയിട്ടുണ്ട്. അത് തലമുറകളോളം കൈമാറി പോകുന്നു എന്നുള്ളതാണ് അതൊരു സന്തോഷമുള്ള ഒരു വിഷയം. വേറൊരു സന്തോഷമുള്ള വിഷയം, ജനാർദ്ദനൻ ചേട്ടനെ കുറേ കാലത്തിന് ശേഷം നല്ലൊരു ക്യാരക്ടറിൽ കാണാൻ പറ്റി. സൗണ്ടൊക്കെ ഇത്തിരി മാറിയിട്ടുണ്ട്, പക്ഷേ ആ എക്സ്പ്രഷനും അഭിനയവും ആ ടൈമിങ്ങും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഈ സിനിമയിൽ ഒട്ടേറെ കോമ്പോസ് ഉണ്ട്, ഒരുപാട് കോമ്പോസ്. ജനാർദ്ദനൻ നിവിൻ പോളി കോമ്പോ, അജു വർഗീസ്, കുറേ കാലം കൊണ്ട് അജു വർഗീസ് നിവിൻ പോളി കോമ്പോ മിസ് ചെയ്തിരുന്ന സാധനം ഇതിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ രഘുനാഥ് പലേരിയാണ് അച്ഛൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്, പുള്ളിക്കാരൻ്റെ മകനുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി. അങ്ങനെ കുറേയേറെ കണക്ഷൻസ്, ബോണ്ടിങ് ഇതിനകത്തുണ്ട്. എസ്പെഷ്യലി റിയ ഷിബു പ്രൊഡ്യൂസറാണ് നമ്മുടെ മുറ എന്നുള്ള സിനിമയുടെ. കൊച്ചുകുട്ടിയാണ് മുറ എന്നുള്ള സിനിമയുടെ. അതുപോലെ വീരധീരസുര ഇതിൻ്റെയൊക്കെ പ്രൊഡ്യൂസറാണ്. കപ്പ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ പടം കണ്ടിട്ടില്ല. അപ്പോൾ ഈ കൊച്ചാണ് ഇതിൻ്റെ ഹീറോയിൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിവിനേക്കാളും മികച്ച പെർഫോമൻസ്, നിവിനെ സൈഡാക്കിയ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊരു ഗ്രേസാണ്. അപ്പോൾ ഈ സത്യൻ അന്തിക്കാടിൻ്റെ ഈ ഇടയ്ക്കിറങ്ങിയ സിനിമകളിലായാലും ഇദ്ദേഹത്തിൻ്റെ സിനിമയിലായാലും ആദ്യം ഒരു നായക കഥാപാത്രത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നെ അവർക്ക് ഒരു ബന്ധമില്ലാത്ത, മുൻ പരിചയമില്ലാത്ത, ഇപ്പോൾ ഹൃദയപൂർവ്വത്തിലാണെങ്കിൽ പോലും ഒരു ആളുമായിട്ട് കണക്ഷൻ ഉണ്ടാവുക, അവരുടെ ഒരു യാത്രയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ വരുമ്പോൾ ആ നായികമാർക്ക് ഭയങ്കര സൗന്ദര്യമായിരിക്കും കാണാനുള്ള. ഫിസിക്കൽ ഭംഗി മാത്രമല്ല, അത് ക്യാരക്ടേഴ്സിന് അത്രയും സൗന്ദര്യമുള്ള ക്യാരക്ടറായിരിക്കും. അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ആ മുഖത്തുണ്ടാവും. അത് റിയ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉണ്ടെന്നോടെ പറയാം. ഒരു ജെൻസി ക്യാരക്ടറാണ്, ആ വൈബ് പിടിച്ച് നന്നായി ഉടനീളം സിനിമ ആ കൊച്ചിൻ്റെ പെർഫോമൻസ് പോയിരുന്നെങ്കിൽ ഈ പടം താഴെ പോകുമായിരുന്നു. അത്രയ്ക്കും സിനിമയെ ഹോൾഡ് ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ കണക്ഷൻ വരുന്ന ക്യാരക്ടർ റിയയുടെ ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ ഈ പടത്തിലുള്ള ഒരുപാട് സിറ്റുവേഷൻസ് പേഴ്സണലി എന്നെ കണക്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഒരുപാട് ഇതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എനിക്ക് ഈ പടം, ഞാൻ അറ്റാച്ച്ഡാണ് ഈ സിനിമയുമായിട്ട്. ഇദ്ദേഹം ഒരു എത്തീസ്റ്റാണ്, ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചത്, പക്ഷേ എത്തീസ്റ്റാണ്. അതുകൊണ്ട് അതൊക്കെ പൂജാവിധികളിലൊന്നും പോവാതെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ പുള്ളി മ്യൂസീഷ്യനാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുമ്പോഴുള്ള പ്രതിസന്ധികൾ നിൽക്കുമ്പം ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഇദ്ദേഹം വീണ്ടും പൂജാവിധികളുമായിട്ട് അങ്ങോട്ട് പോവേണ്ടി വരികയാണ്. പക്ഷേ നിരീശ്വരവാദിയാണ്. ആ ഘട്ടത്തിലാണ് ഈ കുട്ടി കയറി വരുന്നത്. പിന്നെ ഇവരുടെ ഒരു യാത്രയാണ്. അതിൽ ഇയാൾക്ക് കുറേ റിയലൈസേഷൻ ഉണ്ടാകുന്നു, കുറേ കാര്യങ്ങൾ. നമ്മൾ ഇതുപോലത്തെ സിനിമ ഒരെണ്ണം നമുക്ക് പണ്ട് വന്നിട്ടുണ്ട്, ലാലേട്ടൻ്റെ. എന്നിരുന്നാലും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറൻസ് ആണ്. അവിടെ ഒരു പുതുമ തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ദൈവം എന്നുള്ള കോൺസെപ്റ്റ്, ഇതിൽ പറയുന്ന ദൈവം ഉണ്ട്. അതെങ്ങനെയാണ് ഏതാണെന്ന് ആർക്കും അറിയാത്തത് കൊണ്ട് ഓരോരുത്തരൊരു കണ്ണാടി പോലെ ഓരോ വച്ചാരാധനകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാനും ആ ഒരു ഐഡിയോളജിയിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കതും ഭയങ്കര ഒരു നല്ല വിഷയമായിട്ട് ഇതിൽ ഫീൽ ചെയ്ത്. അങ്ങനെ മാത്രമല്ല, റിലേഷൻഷിപ്പ്, ഈഗോസ്, വാശി, അതിനുള്ള സൊല്യൂഷൻ, ഇതൊക്കെ നമ്മുടെ ലോകം വളരെ ചെറുതാണ്. നമുക്ക് കുറച്ച് ആയുസേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ വലിയ മറ്റതാണെന്ന് വിചാരിച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും അല്ല. ഒരു നിമിഷം നേരം മതി എല്ലാം മാറി മറിയാനെന്നുള്ള ഒരു മെസ്സേജ്. ഒരുപാട് ഡയലോഗ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ കൺവേ ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെയും അതിൻ്റെ 100% ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്യാരക്ടറായിട്ട് നായിക കഥാപാത്രം എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള പ്രീതി മുകുന്ദൻ. പക്ഷേ അവരുടെ അത് സിനിമയിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആ റിലേഷൻഷിപ്പ് അത് കാണിച്ച സീനൊന്നും അത്രയ്ക്കൊരു ഇതൊന്നുമില്ല. എന്നിരുന്നാലും ഓക്കെ ആയിരുന്നു. അവളെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല പടയെന്ന് പോയി ഒരുപാട് ചിരിക്കാനുള്ളത്, സിറ്റുവേഷൻ കോമഡികൾ ഇഷ്ടം പോലെയുണ്ട്.
ഇഷ്ടം പോലെ സിറ്റുവേഷൻ കോമഡികൾ നമ്മൾ ഇത് ഭയങ്കര പൊട്ടിച്ചിരിപ്പിക്കുന്നതല്ല, നമ്മൾ ചിരിക്കുന്ന സാധനങ്ങളുണ്ട്. ആർക്കും അയ്യേ എന്തൊരു ചളിയടേ എന്ന് തോന്നുന്ന രീതിയിൽ വന്നിട്ടില്ല, ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് കുറച്ച് ഒരു ഡ്രാഗിങ് എനിക്ക് ഫീൽ ചെയ്തു. ഒരു പാട്ടൊക്കെ വരുന്ന സമയത്ത് കുറച്ച് നമ്മൾ മൊബൈലിലൊക്കെ നോക്കി ഇനി എത്ര മണിക്കൂറുണ്ടെന്നൊക്കെ നോക്കുന്ന ഒരു സമയം, ആ ഒരു പോർഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സ് പോർഷനൊക്കെ നന്നായിട്ട് തന്നെ ആ ഫീല് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരു ട്രാജഡി വരുന്നുണ്ട്, അത് നമ്മൾ ഭയങ്കരമായിട്ട് ആ സീൻ നമുക്ക് ഇമ്പാക്റ്റ് ആവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പക്ഷേ വേൾഡിൽ വേറെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്, ആ പരിസരബോധം ഇല്ലാതാവുക എന്നുള്ള സാധനമില്ല. ആ പരിസരബോധം ഇല്ലാതെ നമ്മുടെ ഇമോഷൻ എന്താണോ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യം എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ട്. അത് ഭയങ്കര, നമ്മളിനി ഭാവിയിലും അത് ശ്രദ്ധിച്ച് ഈ സിനിമ കാണുമ്പം ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ അതിനൊരു ശ്രദ്ധ കൊടുക്കണം. നമ്മൾ വണ്ടി ഓടിക്കുമ്പം ഗിയർ ഇടുന്നതും ക്ലച്ച് ഇടുന്നതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ ഓട്ടോമാറ്റിക്കായി നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ എല്ലാം അങ്ങ് ഓട്ടോമാറ്റിക്കായി നടന്നു പോകുമെന്ന് വിചാരിച്ച് ചിലയിടത്ത് അബദ്ധങ്ങൾ കാണിക്കാറുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ജസ്റ്റിൻ പ്രഭാകറുടെ മ്യൂസിക്കാണ്. ഇതിൽ ആത്മാരാമാനന്ദരമണ അതിനെ കോമഡി മ്യൂസിക്കാക്കി മാറിയിട്ടുണ്ട്. അത് എന്തൊരു തോട്ടാണ് അത്, ഗംഭീര സാധനം കേട്ടോ. അത് ആ കോമഡി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിരി അതിൽ വരുന്നുണ്ട്. അജു വർഗീസിന് കൊടുത്തിരിക്കുന്ന സ്കോർ അടിപൊളിയായിരുന്നു. അതുപോലെ ഉടനീളം നല്ല ഫീൽ ഗുഡ് വൈബ് നിലനിർത്തിക്കൊണ്ട് തന്നെ സൗണ്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ട് വരുന്നുണ്ട്, ആ പാട്ടിൻ്റെ കോമ്പോസിഷൻ മുമ്പേ നമുക്ക് കാണിച്ച് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണോ എന്നോട് ആ പാട്ട് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ജസ്റ്റിൻ പ്രഭാകർ. അതുപോലെ എൻ്റെ സിനിമോട്ടോഗ്രാഫി വേലായുധൻ കിടിലൻ വർക്ക്. എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അഖിൽ സത്യം തന്നെയാണ്. സത്യത്തിൻ്റെ കൂടെ രതിൻ രാധാകൃഷ്ണൻ കൂടിയുണ്ട്. സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിംഗ് ഒക്കെ നല്ല വർക്കായിരുന്നു. അതുപോലെ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ. വലിയ ആക്ഷനിൽ ഒരൊറ്റ സീനേ ഉള്ളൂ, പക്ഷെ അത് രസമായിരുന്നത്. അതിൽ തന്നെ പെർഫോമൻസ് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഐഡൻറ്റിറ്റി കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ചവർ കണക്കിന് മാറിയിട്ടില്ല. ഇപ്പം ഡെലിവറി ബോയ് ആയിട്ട് വരുന്ന അൽത്താഫിന് തന്നെ ഒരു രസമുള്ളൊരു ക്യാരക്ടറാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ പെർഫോമൻസ് അവർക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ മറ്റ് കഥാപാത്രം മധു വാര്യർ നല്ലൊരു ക്യാരക്ടറായിരുന്നു, അടിപൊളിയായിരുന്നു. അതുപോലെ ആനന്ദ് ഏകർഷി ഡയറക്ടർ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. അരുൺ അജികുമാർ എസ്തറ്റിക് കുഞ്ഞമ്മ പുള്ളിക്കാരെ നമ്മളെ DSRയിൽ മറ്റേ ഇതിന് വീണ് മരിക്കുന്ന പയ്യൻ, അവൻ്റെ ക്യാരക്ടർ കിടിലായിരുന്നു. അവൻ കുറേ കൂടി നല്ല വലിയ ക്യാരക്ടറിൽ കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അൽഫോൺസ് പുത്രൻ കുറച്ചേ ഉള്ളൂ, അടിപൊളിയായിരുന്നു. പിന്നെ ഇദ്ദേഹം നമ്മളെ വിനീതുണ്ട്, മേതിൽ ദേവികയുണ്ട്, നമ്മളുടെ നൂലുണ്ട്, എല്ലാവരും അവരോട് കൊടുത്തിന് ക്യാരക്ടർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് അവർ കുറച്ചടുത്ത് എനിക്കൊരു ഡ്രാഗ് ഫീൽ ചെയ്തു, എന്നാലും ഭയങ്കര ലാഗായിട്ടൊന്നും തോന്നിയില്ല. ആ ഫീൽ അവിടെ നിലനിൽക്കുന്നുണ്ട് തന്നെ. അത് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ത്രൂ ഔട്ട് ഒരുപാടടുത്ത് ചിരിക്കാനുണ്ടായിരുന്ന, ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്ന, നല്ല വിഷ്വൽസ് ഉള്ള, നല്ല പെർഫോമൻസ് ഉള്ള ഒരു നല്ല അടിപൊളി ഫാമിലി സിനിമ. പോയി കാണുക, ക്രിസ്മസ് ആഘോഷിക്കുക. അപ്പം ഞാൻ രാവിലെ പറയാൻ വിട്ടുപോയി, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.